ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇനി കുക്കിംഗ് വീഡിയോ വേണമെന്ന്. ഞങ്ങളിന്ന് ചെറിയ ഒരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടാറ്റോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പൊട്ടാറ്റോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ അത് വറുക്കാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഇത്തിരി ചൂടായി വരുമ്പോൾ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ കയ്യിൻ്റെ അളവിലാണ് ഉപ്പ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ടേസ്റ്റ് സ്പൂണൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടിക്ക് എരിവുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം പൊട്ടാറ്റോ ഫ്രൈയിൽ പ്രത്യേകിച്ച് ആഡ് ചെയ്യാൻ. കാരണം സാധനം വേഗം പിടിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് നമ്മുടെ ആ ഒരു മുളകിൻ്റെ ഇതിനനുസരിച്ച് വേണം ഇടാൻ. ഞങ്ങൾ സ്പെഷ്യൽ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ. അതിനായിട്ട് ഞങ്ങൾ കുറച്ച് മസാലാസൊക്കെ ആഡ് ചെയ്യണം. ഇറച്ചി മസാലയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഇറച്ചി മസാല ആഡ് ചെയ്യണമെന്ന് കുറച്ച് മുളക് ഇട്ടത് ആവശ്യത്തിനുള്ള ഇറച്ചി മസാല സ്പെഷ്യൽ ടേസ്റ്റിനായിട്ടാണ്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര എണ്ണൻ്റെ ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ ചീൻചട്ടിയിലായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇത്ര എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് അത്രയൊന്നും യൂസ് ചെയ്യില്ല. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചട്ടി യൂസ് ചെയ്യുന്നത്. നമുക്കിനി 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇത്തിരി മൊഴിഞ്ഞ് ഇത്തിരി ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഹായ് ഗൈസ്, അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം മൊഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് മൊഴിയൽ വേണ്ട വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് മൊഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് വന്നു. ഇപ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇരുമ്പ് ചീൻചട്ടിയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ കാട്ടിയും കുറേ ഗുണങ്ങൾ നമ്മുടെ ഇരുമ്പിൻ്റെ ചീൻചട്ടിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് അയൺ ലഭിക്കുകയാണ്. അത് നമ്മുടെ നല്ലൊരു ബ്ലഡിന് കളറും നല്ലൊരു ഇതാണ്. അയൺ കിട്ടുക. കുറേ പേർക്ക് അയൺ ഡെഫിഷ്യൻസി കാരണം കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയും നോൺ സ്റ്റിക്ക് ഇതുപോലത്തെ ആപ്പച്ചട്ടിയും ഒക്കെ കുറേ സ്ഥലങ്ങളിൽ മീൻസ് ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ പോലും അവൈലബിൾ ആണ്. അതുകൊണ്ട് മാക്സിമം ആൾക്കാരും ഇരുമ്പിൻ്റെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ പോലെ വീഡിയോകൾ കൂടുതൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രൈ ഇതാ റെഡി ആയിരിക്കുന്നു ഗൈസ്.